ഹലോ ഗൈസ്, അങ്ങനെ നാട്ടിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഒമാനിലേക്ക് പോവുകയാണ്. സെപ്റ്റംബർ 1 തീയതി ആയിരുന്നു കേട്ടോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. അന്ന് പപ്പായുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി നാട്ടിലില്ലാത്തതുകൊണ്ട് അവൾ വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 1 തീയതി പപ്പായുടെ ബർത്ത്ഡേ, സെപ്റ്റംബർ 2 ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരുടെ കൂടി നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവളുടെ വീതം നമ്മൾ വീഡിയോ കോൾ വഴി കൊടുത്തു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ചേട്ടായാണ് കേട്ടോ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത്. ചായ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓഗസ്റ്റ് 20 തീയതി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആകെ ഡ്യൂട്ടിക്ക് കയറേണ്ടതുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയി. ഇടയ്ക്ക് നമ്മൾ ആര്യാസിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വെജ് ഫ്രൈഡ് റൈസും പനീറുമാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഗീ റൈസും മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണേ. 11:45 ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. നമ്മളൊരു 9:15, 9:30 ഒക്കെ ആയപ്പോഴത്തേക്കിനും എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാനും പാച്ചോട്ടി ഒറ്റയ്ക്കായതുകൊണ്ട് അവനെയും കൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിനുള്ളിൽ കയറി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ഫുഡൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ ഓൾറെഡി ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. ഏകദേശം 12 മണിയൊക്കെ ആയല്ലോ. അപ്പം പാച്ചോട്ടി നേരത്തെ തന്നെ ഉറങ്ങി, ഞാനും ഉറങ്ങി. നമ്മൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ മസ്കറ്റിലെത്തി. അങ്ങനെ മസ്കറ്റിലെത്തി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് ഇച്ചാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ആൾ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ ആയിട്ട് പുറത്തിറങ്ങി ഇച്ചാനെ കണ്ടു. അങ്ങനെ നമ്മൾ നേരെ ബാഗൊക്കെ ആയിട്ട് നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ നേരത്തെ താമസിച്ച ഫ്ലാറ്റ് നമ്മളൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു വീടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ബാഗൊക്കെ കയറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഉറങ്ങാൻ പോകാം കേട്ടോ. അപ്പോൾ